ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദോർഭിര്യുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാന ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭോ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശ്രീ മഹാസരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ശ്രീ നരസിംഹമൂർത്തയേ നമഃ. പീലിമാലകളണിഞ്ഞ കാർകുഴതിളങ്ങിടും കനകകുണ്ടലം ലോലമാമളകജാലവും രുചിരഹാരനൂപുരദുകൂലവും ശോഭചേർന്ന വനമാലയും പ്രണവനാദമാർന്ന മണിവേണുവും രാസകേളിയതിനായണിഞ്ഞ തവരൂപമീശ്വര തൊഴുന്നു ഞാൻ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. വന്ദേ ഗുരുപരമ്പരം. ഭക്തജനങ്ങളെ, സജ്ജനങ്ങളെ, വരാഹാവതാരമാണ് നമുക്കിപ്പോൾ കാണേണ്ടത്. അതിന് മുൻപുള്ള ഭാഗങ്ങളാണ് ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞു കേട്ടത്. ആ സൃഷ്ടിക്രമത്തിൻ്റെ വർണ്ണനകളാണ് അത്യന്തം ഗഹനവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ കേട്ടത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ബ്രഹ്മദേവന് ആത്മകൽപ്പത്തിലെ ബ്രഹ്മദേവൻ സൃഷ്ടിക്കണമെന്ന ഭഗവാന്റെ ആ നിർദ്ദേശമനുസരിച്ച് ആദ്യമായി അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചു. പിന്നീട് അജ്ഞാനവൃത്തികൾ നീക്കുന്നതിനുള്ള ജ്ഞാനമൂർത്തിയെ സൃഷ്ടിച്ചു. അങ്ങനെ ആ ജ്ഞാനമൂർത്തികളായിട്ടാണ് സനകാദി മഹർഷിമാർ സൃഷ്ടിക്കപ്പെട്ടത്. അവർ ലൗകിക ജീവിതത്തെ താല്പര്യമില്ലാതായതുകൊണ്ട് അവർ ഗൃഹസ്ഥ ജീവിതം താല്പര്യപ്പെട്ടില്ല. എന്നും ബാലന്മാരായി തന്നെ ജീവിച്ചു അവർ. അതിൽ ദേഷ്യം പൂണ്ട ബ്രഹ്മദേവൻ നമ്മളിവിടെ കേട്ടു. അവരിൽ നിന്ന് രുദ്രന്മാരുണ്ടായി. ആ രുദ്രന്മാരുടെ സൃഷ്ടികൾ ലോകത്തിന് നാശകരമായെന്ന് കണ്ട ബ്രഹ്മദേവൻ അവരെ രുദ്രന്മാരെ വേറെ തപസ്സനുഷ്ഠിക്കാനായിട്ട് അയച്ചു. പിന്നീട് മനസ്സുകൊണ്ട് സൃഷ്ടിച്ചവരാണ് സനകാദികൾ. ആ സനകാദികളുടെ അവരുടെയും ആ ജീവിത രീതി മാറിപ്പോയപ്പോൾ പിന്നീട് ബ്രഹ്മദേവൻ തൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഓരോരുത്തരെ സൃഷ്ടിച്ചു. മരീചിരത്യങ്കിരസൗ പുലസ്ത്യ പുലഃ ക്രതുഃ ഭൃഗുർവസിഷ്ഠോ ദക്ഷശ്ച ദശമസ്തത്ര നാരദഃ. ഇങ്ങനെ 10 പേരെ പറഞ്ഞെങ്കിലും അതിൽ നാരദ മഹർഷി പ്രജാപതിയായില്ല. മറ്റുള്ളവരെല്ലാവരും പ്രജാപതിമാരായി. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ. പിന്നീട് ജനിച്ച കർദമ പ്രജാപതി, നിഴലിൽ നിന്ന് ഛായയിൽ നിന്ന് ജനിച്ച കർദമ പ്രജാപതി. ഇവരിൽ നിന്ന് ലോകത്തിൽ സൃഷ്ടി വർദ്ധിച്ചു എന്നുള്ള ആ പ്രസ്താവന കേട്ടത് കഴിഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിച്ച് കേൾക്കണം എന്നുള്ള ആഗ്രഹം മൈത്രേയ മഹർഷിയോട് വിതുര മഹാശയൻ ചോദിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്ന വരാഹാവതാരവും
വിതുരമൈത്രേയ സംവാദത്തിൽപ്പെട്ടതാണ്. വിതുരമൈത്രേയ സംവാദം തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം മുമ്പിൽ തിരുമേനി പറഞ്ഞു. നമ്മളതെല്ലാവരും എന്നും ചോദിക്കുന്ന കാര്യം ആയതുകൊണ്ട്, എന്നാൽ ഇതിൻ്റെ ഉത്തരങ്ങൾ ഒരിക്കലും ആർക്കും വേണ്ടവണ്ണം കിട്ടാത്തത് കൊണ്ടും നമുക്കൊന്ന് ചിന്തിക്കാം. സുഖത്തിനു വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ സുഖം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ദുഃഖം കിട്ടുകയും ചെയ്യുന്നു. ഇതിനെന്താണൊരു പരിഹാരം എന്ന് ഏത് രീതിയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ഇത് പരിഹരിക്കാൻ സാധിക്കും? ഇതിന് വ്യക്തമായ ഉത്തരം ഒരിടത്തും കിട്ടുന്നില്ലെങ്കിലും ഭാഗവതം പഠിക്കുന്നവരെല്ലാവരും അതിൻ്റെ ഉത്തരം ലഭിച്ചവരായിരിക്കും. രണ്ട് തരത്തിലാവാതെ, ഒന്നുകിൽ സുഖത്തിൻ്റെ നിർവചനം മാറ്റാം. നമ്മളിപ്പോൾ സുഖമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ആ രീതിയിലായിരിക്കല്ല ശരിയായ സുഖം. അങ്ങനെ ഒന്ന്. രണ്ടാമത്തേത്, സുഖത്തിനു വേണ്ടി അല്ല പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. സുഖത്തിനു വേണ്ടി അല്ല പ്രവർത്തിക്കേണ്ടത്, പിന്നെ എങ്ങനെ പ്രവർത്തിക്കണം? എല്ലാ കർമ്മങ്ങളും ഭഗവത് പൂജയായിട്ട് ചെയ്യണം. ഭാഗവതം പഠിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, താൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മറ്റെന്ത് ലക്ഷ്യമുണ്ടെങ്കിലും ഭഗവാന്റെ പൂജയായിട്ട് ചെയ്യണം. അപ്പോൾ ഈ തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കഥകളും, ഇപ്പോൾ വരാഹാവതാരം ഉൾപ്പെടെ എല്ലാ കഥകളും നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ആ സൃഷ്ടിക്രമ വർണ്ണനത്തിൽ മരീചിയത്തിൽ അങ്കിരസൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ബ്രഹ്മദേവൻ്റെ ധ്യാനമഗ്നനായിരിക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ വിചാരിച്ചു, ഭഗവാനെ ഞാൻ എന്താ ചെയ്യുന്നത്? എന്നോട് ഭഗവാൻ പറഞ്ഞു സൃഷ്ടി വർദ്ധിപ്പിക്കാൻ. ഞാൻ ഇത്രയൊക്കെ ആയിട്ട് സൃഷ്ടി വർദ്ധിക്കുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതും ഭഗവാൻ തന്നെ പറഞ്ഞു തരൂ. ആദ്യം മുതലേ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണല്ലോ ബ്രഹ്മദേവൻ പ്രവർത്തിച്ചത്. അങ്ങനെ ധ്യാനമഗ്നനായിരിക്കുന്ന സമയത്താണ് ആ ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് തന്നെ രണ്ട് മനുഷ്യർ അല്ലെങ്കിൽ രണ്ട് സൃഷ്ടികളുണ്ടായി. ഒന്ന് ഒരു പുരുഷനും ഒന്നൊരു സ്ത്രീയുമായി മാറി. എല്ലാ വ്യക്തികളിലും സ്ത്രീത്വവും പുരുഷത്വവും ഉണ്ട്. അത് ആവാൻ പറഞ്ഞത് എനിക്കറിയില്ല, അതിൻ്റെ ശാസ്ത്രീയമായ വശം അറിയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ബ്രഹ്മദേവനുണ്ട് താനും. ബ്രഹ്മദേവനിൽ നിന്ന് രണ്ട് വ്യക്തികൾ ഉണ്ടാവുകയും ചെയ്തു. ഒരാൾ പുരുഷനായി, ഒരാൾ സ്ത്രീയായി. ആ സ്വയംഭൂവായ ബ്രഹ്മദേവനിൽ നിന്നും ജനിച്ചതുകൊണ്ട് സ്വയംഭുവൻ എന്ന ആ പുരുഷനും, പല രൂപങ്ങളിൽ പ്രവർത്തിക്കുന്ന, പല സ്വഭാവങ്ങളിൽ പ്രവർത്തിക്കുന്ന സൃഷ്ടിയാണ് സ്ത്രീ എന്നതിനാൽ ശതരൂപ എന്നും പേര് വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ആ സ്വയംഭുവനും ശതരൂപയും ഭഗവാന്റെ മുമ്പിൽ, ബ്രഹ്മദേവൻ പിതാവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, സകല ഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നതും പോഷിപ്പിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും എല്ലാം അങ്ങ് തന്നെയാണല്ലോ. അങ്ങയ്ക്കൊരു സഹായവും ആവശ്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും പ്രജകളായ ഞങ്ങൾ എന്ത് സഹായമാണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണിത്. എല്ലാ മക്കളും അച്ഛനമ്മമാരോട് മാത്രമല്ല, എല്ലാവരും മുതിർന്നവരോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ തന്നെ ഗുരുപൂജ ചെയ്ത് കഴിഞ്ഞു. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അനുസരിക്കാൻ തയ്യാറാകുന്നവൻ ഗുരുപൂജയാണ് ചെയ്തിരിക്കുന്നത്. ചെയ്താൽ മാത്രം പോരാ, അനുസരിക്കാൻ തയ്യാറാണ് എന്ന് നല്ല വാക്കിൽ നല്ല മനസ്സോടുകൂടി ഭക്തിയോടും വിനയത്തോടുകൂടി പറയണം അവരോട്. അപ്പോൾ ബ്രഹ്മദേവൻ അത് തന്നെ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഗുരുപൂജ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം നിങ്ങൾ. എന്നിട്ട് മനുവിനോട് പറഞ്ഞു, നീ ഇവളിൽ സൽഗുണസമ്പന്നരും നിങ്ങൾക്ക് യോജിക്കുന്നവരുമായിട്ടുള്ള സന്താനങ്ങളെ ജനിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നിങ്ങൾ രാജ്യം ഭരിക്കുന്നതിന്, ഭൂമി ഭരിക്കുന്നതിന് വേണ്ടി ജനിച്ചവരാണല്ലോ.
ശാസ്ത്രോക്തമായ രീതിയിൽ നിങ്ങൾ ഭൂമി ഭരിക്കുക. ഇനി മൂന്നാമത്, സ്വധർമാനുഷ്ഠാനങ്ങളായിട്ടുള്ള യജ്ഞങ്ങളാൽ ഭഗവാൻ നാരായണനെ സന്തോഷിപ്പിക്കുക. ഈ മൂന്നാമത്തത് വളരെ പ്രധാനമാണ്. അതിനുശേഷം ബ്രഹ്മദേവൻ പറഞ്ഞു, ഏത് പ്രവൃത്തി ചെയ്താലും ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ അത് ശുഭ പര്യവസായി ആവുകയില്ല. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ, ഇന്നും ഗൃഹസ്ഥൻ്റെ ധർമ്മങ്ങൾ ഇത് മൂന്നുമാണ്. നല്ല സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുക, നല്ല രീതിയിൽ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുക, രാജ്യം ഭരിക്കുക, കുടുംബം ഭരിക്കുക, നാട് ഭരിക്കുക, ഒക്കെ അവരവരുടെ കഴിവ് പോലെ. മൂന്നാമതും സർവപ്രധാനവുമായിട്ടുള്ളത് വേണ്ട രീതിയിൽ ഭക്തിപൂർവം ഭഗവാനെ ആരാധിക്കുക. അത് സ്വയംഭൂ മനുവിനോട് ബ്രഹ്മദേവൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങൾ ഇന്നും ഗൃഹസ്ഥന്മാർ പഠിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ സ്വയംഭൂ മനു അനുഗ്രഹീതനായി, അദ്ദേഹം സന്തുഷ്ടനായി. വീണ്ടും പിതാവിനോട് പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരു പ്രാർത്ഥനയുണ്ട്. എനിക്കും ഞാൻ സൃഷ്ടിക്കുന്ന ആ പ്രജകൾക്കും വസിക്കാനൊരു സ്ഥലം കൽപ്പിച്ചു തരണം. ഇവിടെ ഈ ഭൂമി ഇപ്പോൾ ജലത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. എവിടെ വസിക്കും ഞങ്ങൾ? അപ്പോഴാണ് ബ്രഹ്മദേവൻ തൻ്റെ ആ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയത്, ഭൂമി ജലത്തിൽ താണു കിടക്കുന്നു. അത് ഉദ്ധരിക്കാനുള്ള ജോലിയും കൂടി ചെയ്യേണ്ടി വരുന്നു. ഓരോരോ ചുമതലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുറകെ ബ്രഹ്മദേവൻ്റെ മുമ്പിൽ. ഈ ബ്രഹ്മദേവനും സപ്തർഷികളും ഒക്കെ വസിക്കുന്ന ലോകങ്ങൾ, ജനലോകം, തപോലോകം, സത്യലോകം, ഇവയൊക്കെ ഈ ജലത്തിൽ മുങ്ങുന്നവയല്ല. അപ്പോൾ അവർക്ക് ഇത് ജ്ഞാനദൃഷ്ടിയിലൂടെ കാണാൻ സാധിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ മനസ്സിലാക്കി, ഭൂമി ഇങ്ങനെ ജലത്തിൽ മുങ്ങിക്കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ വീണ്ടും ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട്, ഇതിനും മാർഗം കാണിച്ചു തരൂ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോഴാണ് വരാഹാവതാര ഭാഗം ഉണ്ടാകുന്നത്. ഇത്യഭിധ്യായതോ നാസാവിവരാൽ സഹസാനഘാം വരാഹദോഗോ നിരഗാത് അങ്കുഷ്ഠവരിമാണകഃ. ഇങ്ങനെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മദേവൻ്റെ നാസാവിവരത്തിൽ നിന്ന്, ആ നാസികയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു വരാഹദോകം, ഒരു പന്നിക്കുഞ്ഞ്, അങ്കുഷ്ഠപരിമാണകനാണ്, ഈ വിരലിൻ്റെ മാത്രം വലിപ്പമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വരാഹദോകം ബ്രഹ്മദേവൻ്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് ചാടി പെട്ടെന്ന്. മുഖത്തിന് വരാഹരൂപം, ശരീരത്തിന് മനുഷ്യരൂപം. നമ്മൾ കണ്ടിട്ടുള്ളതും അങ്ങനെയാണ് ചിത്രങ്ങളൊക്കെ. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠകൾ കുറവായതുകൊണ്ട് അധികം പേർക്ക് പരിചയം ഉണ്ടാവില്ല. എങ്കിലും ആ വിടർന്ന പരന്ന മൂക്കുകൾ, നല്ല ബലമുള്ള ദംഷ്ട്രകൾ, വളരെ ശക്തിയുള്ള കാലുകൾ, ഇവയായിട്ടാണ് വരാഹമൂർത്തി അവതരിച്ചത്. അവതരിച്ച് ഒരു നിമിഷം കഴിഞ്ഞില്ല, അത് ഒരു പർവ്വതത്തോളം വലുതായി. പെട്ടെന്ന് തന്നെ ആകാശത്തിലാണ് നിൽക്കുന്നത്. അത് എന്താണെന്ന് ആലോചിച്ചിരുന്നപ്പോൾ തന്നെ വീണ്ടും കാണാൻ പോലും പറ്റാത്തത്ര വലിപ്പമായി ആ വരാഹതോകത്തിന്. അപ്പോഴേക്കും മരീച്ചാദി മഹർഷിയെല്ലാവരും ആലോചിച്ചു, ഭഗവാൻ തന്നെ ആയിരിക്കും ഇത്,
അല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല, ഇങ്ങനൊരു അവതാരം ഉണ്ടാവില്ല. മരീചി പ്രമുഖേർ വിപ്രൈ കുമാരേർ മനുനാ സഹ ദൃഷ്ട്വാ തൽ സൗകരം രൂപം തർക്കയാമാസ ചിത്രധ. അവർ പലതരത്തിൽ അതിനെപ്പറ്റി ചിന്തിച്ചു. എന്തായിരിക്കും, ആരായിരിക്കും, എന്തിനായിരിക്കും അവതരിച്ചിരിക്കുന്നത്, കാര്യമെന്തായിരിക്കും? കിമേതൽ സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോബദാശ്ചര്യമിതം നാസായാമേ വിനശ്രുതം. എൻ്റെ ഈ ബ്രഹ്മദേവൻ വിചാരിക്കുക, മൂക്കിനകത്ത് എന്തെങ്കിലും ഒരു കരട് പോയാൽ പോലും നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും. ചെറുതാണെങ്കിലും ഒരു പന്നിക്കുഞ്ഞ് മൂക്കിനകത്ത് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്ങനെ ഇതുണ്ടായി? ഇതി മീമാംസതസ്തസ്യ ബ്രഹ്മണ സഹ സൂനുഭിഃ ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്രസന്നിഭഃ. ഇതാലോചിച്ചിരുന്നപ്പോൾ തന്നെ ആ ഭഗവാൻ ഒരു പർവ്വതം പോലെയായി. പർവ്വതതുല്യനായിട്ടൊരൊറ്റ അലർച്ച. എല്ലാവരും ഞെട്ടി. ആ അലർച്ച ഭഗവാന്റെ അനുഗ്രഹമാണ് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ അനുഗ്രഹ രൂപത്തിലാണ് അലർച്ച നടത്തിയത്. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താം സതിജോത്തമാൻ സഗർജിതേന കകുഭ പ്രതിസ്സനയദാ വിഭുഃ. ആ ഗർജനത്തിൻ്റെ ശബ്ദം എല്ലായിടത്തും വ്യാപിച്ചു. ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും അത് പ്രതിധ്വനിച്ചു. ഇനി എന്താണ് അവതരിക്കാനുള്ള കാരണമെന്ന് അറിയാം. ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. അപ്പോൾ ഇനി ഭഗവാൻ ചെയ്യേണ്ടത് ജലത്തിലേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെ ജലത്തിലേക്ക് ഇറങ്ങിയെന്ന് നോക്കാം. തേഷാം സദാം വേദവിധാനമൂർത്തിർ ബ്രഹ്മാവതാരാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശ. ഒരു മഹാനായ ഗജം എങ്ങനെ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുമോ അതുപോലെ ഭഗവാൻ ആ ജലത്തിലേക്ക് ചാടി ഇറങ്ങി. എത്ര ഉത്സാഹത്തോടു കൂടി, എത്ര ശക്തിയോടുകൂടി, എത്ര ലക്ഷ്യബോധത്തോടുകൂടി ചാടി ഇറങ്ങി എന്ന് പറയുകയാണ്. ഇനി ആ ഭഗവാന്റെ രൂപങ്ങൾ നോക്കാം. ഉൽക്ഷിപ്തവാല ഖദര കഠോര സടാവിധുന്വൻ ഖദരോമശത്വ ഖുരാഹദാഭ്രസ്ഥിതദംഷ്ട്രയീക്ഷാ ജ്യോതിർബഭാസേ ഭഗവാൻ മഹീഥഃ. ഉയർത്തിപ്പിടിച്ച വാല്. മൃഗങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ശക്തി എടുക്കുമ്പോൾ അവരുടെ വാലൊക്കെ ഉയർത്തും. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നു. ചെറിയ ജീവിയല്ല, നമുക്കൊന്നല്ല, ആർക്കും നോക്കിയാൽ എത്താൻ പറ്റാത്തത്ര വലിപ്പവും വിശാലതയും ഖനവും എല്ലാം ഉണ്ട്. പിന്നെ സടകളൊക്കെ ഇങ്ങനെ ചലിക്കുന്നു. ശരീരം നിറയെ രോമങ്ങൾ. നമുക്ക് ആ രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കാം. ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വരാഹം എത്ര വലിപ്പമുള്ളതായിരിക്കാം? നമ്മുടെ ഒന്നും സങ്കല്പത്തിൽ ഒതുങ്ങുമോ എന്ന് അറിയില്ല. പിന്നെ എന്ത് ചെയ്തു? ഘ്രാണേന വൃഥ്യാ പദവീം വിജിഘ്രൻ ക്രോഡാപദേശസ്വയമധ്വരാംഗഃ കരാളദംഷ്ട്രോപ്യകരാളദിഗ്ഭ്യാം ഉദ്വീക്ഷ വിപ്രാൻ പ്രണതോ വിശത്കം. ഈ ഭൂമിയുടെ ഗുണം ഗന്ധമാണ്. ഈ മണം പിടിച്ചെങ്കിലേ ഭൂമിയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനാണ് വരാഹമൂർത്തി ആയിട്ട് അവതരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിടർന്ന പരന്ന മൂക്ക്. അപ്പോൾ ആ മൂക്കിലൂടെ വേണം ഈ ഭൂമി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ. മണം പിടിച്ചിട്ട് വേണം. അപ്പോൾ മൂക്ക് വിടർത്തി കരാളമായ ദംഷ്ട്രകൾ, എന്നാൽ അകരാളമായ ദൃഷ്ടികളോടും കൂടി. ഭയങ്കരമായ ദംഷ്ട്രകൾ, ഭയങ്കരമല്ലാത്ത ദൃഷ്ടികൾ. അവിടെയൊക്കെയാണ് നമുക്ക് ആ ഭഗവാന്റെ രൂപത്തിൻ്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ കവിഭാവനയുടെ മാധുര്യമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ആ ജലത്തിലേക്ക് പ്രവേശിച്ചു വരാഹമൂർത്തി.
സവജ്രകൂടാംഗ നിവാദ വേഗ വിശീർണ കുക്ഷിസ്തനയന്നുതന്വാൻ ഉത്സൃഷ്ട ദീർഘോർമ്മി ഭുജൈരി വാർത്തശ്ചുക്രോശ യജ്ഞേശ്വര പാഹിമേരി. അപ്പോൾ തന്നെ മഹർഷിമാർക്കൊക്കെ മനസ്സിലായി ഭഗവാൻ യജ്ഞമൂർത്തിയായിട്ട് തന്നെ അവതരിച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റി ഇനി വീണ്ടും പറയും. മൂർച്ചയുള്ള കുളമ്പ് കൊണ്ട് ജലത്തെ അടിച്ചുടച്ചുകൊണ്ട് വെള്ളത്തിലൂടെ പോകുമ്പോഴേക്കും സമുദ്രം അലറി വിളിക്കുകയാണ്, കൈകാല് കുടഞ്ഞ് രക്ഷിക്കണേ രക്ഷിക്കണേ. സമുദ്രം കൈകാല് കുടഞ്ഞ് രക്ഷിക്കണേ എന്ന് പറയുന്ന ഏത് രൂപത്തിലാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ശക്തമായ തിരമാലകളാൽ സമുദ്രം തല്ലി തല്ലി ഉറക്കെ അങ്ങനെ വിളിക്കുകയാണ്, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. അത്ര ഭീകരവും ശക്തവുമായ ഒരു പുറപ്പാടായിരുന്നു വരാഹമൂർത്തിയുടേത്. ക്ഷുരപ്രയർദരയം സ്തദാവാം ഉൽപാലവാരം ത്രിവരൂരസായാം ദദർശഗാം തത്ര സുഷുപ്സുരഗ്രേ യാം ജീവധാനീം സ്വയമഭ്യധത്ത. ക്ഷുരപ്രയർദരയം സ്തദാവാം. മൂർച്ചയുള്ള ആ കുളമ്പുകൾ കൊണ്ട് ജലത്തെ അടിച്ചുടച്ച് ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ എന്ത് കണ്ടു? ദദർശഗാം, ഭൂമിയെ കണ്ടു. രസാതലത്തിലെന്ന് പറയുന്നുണ്ട് ഉൽപാരവാരം ത്രിവരൂരസായാം. ആ രസാതലത്തിൽ ഭൂമിയെ കാണുന്നു. കണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആദ്യം കണ്ടത് ആ ഗന്ധം പിടിച്ചു തന്നെയായിരിക്കും. ദദർശഗാം തത്ര സുഷുപ്സുരഗ്രേ യാം ജീവധാനീം സ്വയമഭ്യധത്ത. ആരാണ് ഭൂമി? ഭഗവാന്റെ പ്രിയപത്നിയാണ്. ലോകത്തിലെ എല്ലാ ചരാചരങ്ങളുടെയും അമ്മയാണ്. ആ ഭൂമിയാണ് ഇപ്പോഴേ രസാതലത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ ഭൂമിയെ കണ്ടു ഭഗവാൻ. തൻ്റെ പ്രിയപത്നിയെ കണ്ടു. തൻ്റെ പ്രജകൾക്ക് എല്ലാവർക്കും അന്നവും പോഷണവും എല്ലാം നൽകുന്ന രക്ഷിക്കുന്ന ആ അമ്മയെ കണ്ടു. അപ്പോഴതാ വേറൊരു സംഭവം ഉണ്ടാവുന്നു. സ്വദംഷ്ടയോധൃത്യ മഹീന്യമഗ്നം സ ഉത്ഥിത സംരുരുചേരസായാഹ തത്രാതിദൈത്യം ഗതയാവദന്തം സുനാഭസന്ദീപിത തീവ്രമന്യുഹു. അങ്ങനെ ആ ജലത്തിനടിയിൽ നിന്നും ഭൂമിയെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ആദിദൈത്യനായ ഹിരണ്യാക്ഷനെ കാണുന്നത്. ഇവിടെ ഹിരണ്യാക്ഷൻ എന്ന പേര് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, നമുക്കറിയാം. തത്ര ആദിദൈത്യം ഗതയാപദന്തം. ഗതാപാണിയായിട്ട് ഹിരണ്യാക്ഷൻ ഭഗവാന്റെ നേരെ വരികയാണ്. നിന്നോട് ഞാൻ യുദ്ധത്തിന് വരികയാണ് എന്ന് പറഞ്ഞ് ഹിരണ്യാക്ഷൻ വരുന്നു. ജഖാനരുന്ധാനം അസഹ്യ വിക്രമം സലീലയേഭം മൃഗരാടിവാംഭസി തദ്രക്തവങ്കാങ്കിത ജണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ. അപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണ് ആ ഹിരണ്യാക്ഷനുമായിട്ടുള്ള ഏറ്റുമുട്ടലിന്. യഥാ ഗജേന്ദ്രോ ജഗതിയും വിഭിന്ദൻ. ഒരു സിംഹം എങ്ങനെ ഒരു ആനയെ എന്ന പോലെ, സിംഹത്തിന് ആനയെ തോൽപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. അപ്പോൾ സിംഹം ആനയെ എങ്ങനെ തോൽപ്പിക്കുന്നുവോ അതുപോലെ ആ അസുരനെ തോൽപ്പിച്ചു. ഇങ്ങനെ ആ ദൈത്യനെ തോൽപ്പിച്ചിട്ട് ഉയർന്നു വരുന്ന ആ ഭഗവാന്റെ രൂപം. ഇപ്പം ആ ജല അന്തർഭാഗത്താണ് ഈ സംഭവം നടന്നത്. ഉയർന്നു വരുമ്പോൾ കാണുന്നു, മഹർഷിമാരെല്ലാം കാണുന്നു. തമാലനീലം സിതദന്തകോട്ട്യാം ക്ഷ്മാമുൽക്ഷിവന്തം ഗജലീലയാംഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാഗൈ വിരിഞ്ചി മുഖ്യ ഉപതസ്തുരീശം. ആ ഉയർന്നു വന്ന തമാലനീലം, തമാല നിറത്തിലുള്ള ആ മരതക പച്ച നിറത്തിലുള്ള സിതദന്തകോട്ട്യ, വെളുത്ത കൊമ്പുകളോട് കൂടിയ ആ കൊമ്പിൽമേൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ട് വരുന്ന ആ ഭഗവാനെ കണ്ടിട്ട് എല്ലാവർക്കും, മഹർഷിമാർക്കും ബ്രഹ്മദേവനും ഒക്കെ മനസ്സിലായി ഭഗവാൻ തന്നെ, ആ ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഈ ഉയർന്നു വരുന്നത് എന്ന് മനസ്സിലായി.
എന്ന് പറഞ്ഞ് അവർ സ്തുതിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകങ്ങൾ മഹർഷിമാരുടെ സ്തുതിയാണ്. ഇതിൽ 2 രീതിയിലുള്ള സ്തുതിയുള്ള ശ്ലോകങ്ങളുണ്ട്. അതായത് നമ്മുടെ സംസ്കാരം പൂർണ്ണമായി എത്തുമ്പോൾ മാത്രമേ നമുക്ക് ജ്ഞാനരൂപത്തിൽ സ്തുതിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഉള്ളവരെല്ലാവരും കർമ്മരൂപത്തിലേ സ്തുതിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഭഗവാനെ ഉപാസിക്കുന്നത് തന്നെ പലതരത്തിലുണ്ട്. കർമ്മമാർഗത്തിൽ ഉപാസിക്കുന്നു, ജ്ഞാനമാർഗത്തിൽ ഉപാസിക്കുന്നു, ഭക്തിമാർഗത്തിൽ ഉപാസിക്കുന്നു, പലതര ഉപാസനാ മാർഗങ്ങളുണ്ട്. ഇതൊക്കെ അവരവരുടെ യോഗ്യത അനുസരിച്ചാണ്, അവരവരുടെ കഴിവനുസരിച്ചാണ്. അപ്പം ജ്ഞാനത്തിൻ്റെ ആ പരാകാഷ്ഠയിലെത്തിയവർക്ക് ജ്ഞാനരൂപത്തിൽ ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കും. സാധാരണക്കാർ, പൂജാദികൾ ചെയ്യുന്നവർ, കർമ്മങ്ങൾ ചെയ്യുന്നവർ ആ രീതിയിൽ ഭഗവാനെ കാണും. ഇവിടെ ആദ്യത്തെ ശ്ലോകങ്ങൾ ആ കർമ്മമാർഗത്തിലുള്ള ആ സ്തുതിയാണ്. ആദ്യം അവർ ഭഗവാനെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഒരു യജ്ഞമൂർത്തിയായിട്ട് കണ്ടു. ഒരു യജ്ഞത്തിന് എന്തെല്ലാം ഉപകരണങ്ങൾ വേണമോ, വസ്തുക്കൾ വേണമോ, ആചാരങ്ങൾ വേണമോ, അതെല്ലാം ആ ഭഗവാൻ വരാഹമൂർത്തിയിൽ അവർ കണ്ടു. അത് എളുപ്പം നമുക്ക് നാരായണീയത്തിലെ ശ്ലോകം മുക്കാൻ എളുപ്പം. കാരണം അത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എനിക്കും അറിയില്ല, സാധാരണ പഠിക്കാത്തവർക്കും അറിയില്ല. ആ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്ത് പരിചയമുള്ളവർക്ക് മാത്രമേ അതിൻ്റെ സാങ്കേതിക പദങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്നാലും നമുക്കൊന്ന് വായിക്കാം. ജിതം ജിതം തേജിത യജ്ഞഭാവനം ത്രയീം തനും സ്വാം പരിധുന്നതേ നമഃ യദ്രോമകർത്തേഷു നിലില്ലുരധ്വര തസ്മൈ നമഃകാരണസൂകരായതേ. ഭഗവാനെ ജയിക്കുക, ജയിക്കുക, യജ്ഞഭാവന, യജ്ഞസ്വരൂപനായിട്ടുള്ള ഭഗവാനെ എന്ന് പറഞ്ഞ് സ്തുതിക്കുമ്പോൾ പറയുകയാണ്, ഓരോന്നും ഭഗവാന്റെ ആ യജ്ഞമൂർത്തിയുടെ രോമകൂപത്തിലൊക്കെ യാഗങ്ങൾ കാണുന്നു. പിന്നെ ഒരു കാരണത്തിന് വേണ്ടി അവതരിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങ് കാരണസൂകരനാണ്. അങ്ങ് ശരിക്കും സൂകരനൊന്നും അല്ല, അങ്ങ് ഈ ഭൂമിയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അവതരിച്ചത് കൊണ്ട് അങ്ങ് കാരണസൂകരനാണ്. ഈ രീതിയിൽ സ്തുതിച്ചു. പിന്നീട് അടുത്ത 3-4 ശ്ലോകങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് അതിന് ഭട്ടതിരിപ്പാടിൻ്റെ ശ്ലോകം തന്നെ നമുക്ക് പറയാം, എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ത്വജിച്ഛന്തോ രോമസ്വവികുശഗണ ചക്ഷുഷിഹൃതം ചതുർഹോദാരോഘ്രൗ സ്വർഗവിവദനേ ചോദരയിടാം രഹാവിഹ്വായാം തേ പരപുരുഷകർണേ രജമസാ വിഭോ സോമോ വീജം വരദ ജലദേശേ പിബസദഃ. എത്ര ചുരുക്കി എത്ര ഭംഗിയായിട്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഭട്ടതിരിപ്പാടിനെ ഈ സമയത്ത് നമസ്കരിക്കുകയാണ്. ഓരോ ശരീരഭാഗങ്ങളിലും എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്ന്. ഇനി പിന്നീട് 2-3 ശ്ലോകങ്ങൾ ജ്ഞാനസ്വരൂപനായിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാനെ യജ്ഞമൂർത്തിയായിട്ടല്ല, ജ്ഞാനസ്വരൂപനായിട്ട് സ്തുതിക്കുകയാണ്. നമോ നമസ്തേ ഹില മന്ത്രദേവതാ ദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനേ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിത ജ്ഞാനായ വിദ്യാഗുരവേ നമോ നമഃ. ദംഷ്ട്രാഗ്രകോട്യാ ഭഗവൻസ്തയാധൃതാം വിരാജതേ ഭൂസഭൂധര യഥാവനം നിസ്സരദോ ദദാധൃത മതംഗജേന്ദ്രസ്യ സവത്രപത്മിനി. ആ ഭഗവാന്റെ ആ ജ്ഞാനമൂർത്തിയായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു മത്തഗജം എങ്ങനെ തൻ്റെ കൊമ്പിന്മേൽ, തൻ്റെ തേറ്റമേൽ ഒരു മനോഹരമായ ഒരു താമര വല്യ സ്ഥരിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കുക, എത്ര സുന്ദരമായ ഒരു ദൃശ്യമായിരിക്കും അത്. അങ്ങനെ ഭഗവാനെ അങ്ങനെ കാണുന്നല്ലോ ഞങ്ങൾ. പിന്നെ അതുപോലെ തന്നെ
ഒരു ശിഖരത്തിൽ, പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ മേഘത്തെ വഹിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് പോലെ ത്രൈമയം രൂപമിതം സൗകരം ഭൂമണ്ഡലേനാഥ ദതാധൃതേനതേ ചകാസ്തി ശൃംഗോഢകനേന പൂയസ കുലാചലേന്ദ്രസ്യ യഥൈവ വിഭ്രമഃ. ഒരു കുലാചലത്തിൻ്റെ കൊമ്പിന്മേൽ എങ്ങനെ മേഘമിരിക്കുന്നുവോ, നമ്മളാ നിറങ്ങളൊക്കെ നോക്കണം. നമ്മുടെ ആ ഒരു ഭാവന ശക്തി ഉണർത്തി പ്രവർത്തിക്കുമ്പോഴേ ഇതിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ 2-3 തരത്തിൽ മഹർഷിമാരെ ഭഗവാനെ കാണുന്നു, സ്തുതിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രം പോരല്ലോ, സ്ഥാപിക്കണ്ടേ ഒരിടത്ത്. പ്രാർത്ഥിക്കുകയാണ്. സംസ്ഥാപയൈനാം ജഗതാം സദസ്തുഷാം ലോകായ പത്നീമസി മാതരം പിതാം വിധേമജാസൈ നമസാ സഹത്വയാ യസ്യാം സതേജോഗ്നിമിവാരണാവധാഹം. അങ്ങയുടെ പത്നിയും ലോകമാതാവുമായ ഭൂമിയെ അങ്ങ് ജലത്തിൽ തന്നെ സ്ഥാപിച്ചാലും ഭഗവാനെ, അങ്ങയുടെ പത്നിയാണ്, ജഗത്തിൻ്റെ മാതാവാണ്, ജലത്തിൽ തന്നെ സ്ഥാപിച്ചാലും ഭൂമി ജലത്തിലാണല്ലോ കിടക്കുന്നത്. അത് താഴാതിരിക്കുന്നതിന് വേണ്ട ശക്തി അങ്ങ് തന്നെ നൽകിയിട്ടുണ്ടല്ലോ എന്ന് ഭഗവാനോട് പറയുകയാണ്. ശ്രദ്ധധീത അന്യതമസ്തവ പ്രഭോ രസാം ഗതായ ഭുവ ഉദ്വിബർഹണം ന വിസ്മയോസൗ ത്വയി വിശ്വവിസ്മയേ യോ മായയേദം സസൃജേതി വിസ്മയം. പിന്നീട് അവർ ഭഗവാനോട് പറയുകയാണ്, ചോദിക്കുകയാണ്, ആർക്ക് സാധിക്കും ഭഗവാനെ ഈ ഭൂമിയെ ഉദ്ധരിക്കാൻ? അല്ല, അങ്ങക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഏക ബീജത്തിൽ നിന്ന് എല്ലാ സൃഷ്ടികളും അങ്ങ് തന്നെയല്ലേ സൃഷ്ടിക്കുന്നത്. ഒരു ബീജത്തിൽ നിന്ന് ഒരുതരം വസ്തുവല്ലേ ഉണ്ടാവൂ. ശാസ്ത്രീയമായ രീതിയിലും അങ്ങനെയാണ്. ഇത് ലോകത്തിൽ കാണുന്ന എല്ലാം അങ്ങയിൽ നിന്ന് തന്നെ സൃഷ്ടിക്കുന്നതല്ലേ. പിന്നെ അങ്ങയുടെ മാഹാത്മ്യം ഞങ്ങൾ എങ്ങനെ പറയാനാണ് ഭഗവാനെ? ആ ഭിന്നവർഗങ്ങളെ സൃഷ്ടിക്കുന്ന അങ്ങയ്ക്ക് സാധ്യമല്ലാതായിട്ട് എന്തുണ്ട്? ഈ രീതിയിലൊക്കെ സൂചിച്ചതിന് ശേഷം പിന്നീട് അവർ തന്നെ പറയുകയാണ്, മഹർഷിമാർ പറയുകയാണ്, തങ്ങളുടെ ഒരു ഭാഗ്യത്തെപ്പറ്റി പറയുകയാണ്. ഞങ്ങൾ ധന്യരായിരിക്കുന്നു എന്ന് പറയുകയാണ്. വിധുന്വതാ വേദമയം നിജം വപുർജനസ്തവത്ത സത്യനിവാസിനോ വയം സടാശിഹോത്ഥൂത ശിവാംബുബിന്ദുഭിർവിഭ്രജ്യമാന പ്രശമീഷഭാവിതാഹം. ഭഗവാനെ, ഞങ്ങളിങ്ങനെ സന്തോഷിച്ച് ആശ്വസിച്ചിരിക്കുമ്പോൾ ഇതാ അങ്ങ് ആ ഭൂമിദേവിയെ വഹിച്ചുകൊണ്ട് ഇങ്ങനെ ഉയർന്നിങ്ങ് വന്ന് ജലത്തിന് മുകളിലായി കഴിയുമ്പോൾ തൻ്റെ ശരീരം ഒന്ന് കുടഞ്ഞല്ലോ. എല്ലാ ജീവികളും അങ്ങനെയല്ലേ, മനുഷ്യനുൾപ്പെടെ. പ്രത്യേകിച്ച് ശരീരത്തിൽ നിറയെ രോമങ്ങളുള്ള ജീവികളൊക്കെ ജലത്തിലൊന്ന് ഉയർന്നു വരുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്താ? ശരീരം ഒന്ന് കുടയും. ആ രോമങ്ങളിൽ നിൽക്കുന്ന ജലത്തുള്ളികളെല്ലാം ചുറ്റും തെറിക്കും. നമ്മൾ ആലോചിക്കുക, സപ്തർഷിമാർ മഹർഷിമാർ പറയുകയാണ്, അങ്ങ് ആ ജലത്തിന് ഉപരിതലത്തിൽ വന്നിട്ട് ആ ശരീരം ഒന്ന് കുടഞ്ഞപ്പോൾ ആ രോമങ്ങളിൽ നിന്നും തെറിച്ച ജലബിന്ദുക്കൾ ഇങ്ങ് ഈ ജനസ്തവ സത്യലോകത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരുടെയും ശരീരത്തിലേക്ക് തെറിച്ചു. ഭഗവാനെ, ഞങ്ങൾ എത്ര ധന്യരായി, ഞങ്ങളെ തീർത്ഥം തളിച്ച് അനുഗ്രഹിച്ചതുപോലെ ആയില്ലേ. അപ്പം നമ്മളെന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, എത്ര ബൃഹത്തായ രൂപമായിരുന്നു ആ വരാഹമൂർത്തിയുടേതെന്ന്. എവിടെയാണ് ഈ ഭൂമി കിടക്കുന്ന സമുദ്രം കഴിഞ്ഞ് അതിനൊക്കെ വളരെ അകലെ എവിടെയാണെന്ന് സങ്കല്പിക്കാൻ സാധിക്കാത്ത സ്ഥലത്താണ് ഈ ജനലോകം, തപോലോകം, സത്യലോകമൊക്കെ. അവിടെ ഇരുന്ന മഹർഷിമാരുടെ ശരീരത്തിൽ ഈ വരാഹമൂർത്തിയുടെ ശരീരത്തിൽ നിന്നും തെറിച്ച ജലം തെറിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നും സങ്കല്പത്തിൽ ഒതുങ്ങുന്നതല്ല ആ രൂപം എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ഭഗവാനെ,
എന്നിട്ട് പിന്നെ പറയുന്നു, അങ്ങയെ സ്തുതിക്കാൻ, പൂർണ്ണമായി സ്തുതിക്കാൻ ആർക്കും സാധ്യമല്ല, ബ്രഹ്മദേവനും സാധ്യമല്ല. സവൈബതഭൃഷ്ടമതിസ്തവൈഷതേ യക്കർമ്മണാം പാരമപാരകർമ്മണഃ യദ്യോഗമായ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിശേഷിഷം. പൂർണ്ണമായി സ്തുതിക്കാൻ കഴിയാത്ത ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് അവരെ സ്തുതി നിർത്തുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മൈത്രേയം പറയുകയാണ്. വിതുരമൈത്രേയ സംവാദമാണല്ലോ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു വിതുരഭാഷയിൽ. ഇത്യുപസ്ഥീയമാനസ്തൈർമുനിഭിർബ്രഹ്മവാദിഭിഃ സലിലേ സകുരാക്രാന്ത ഉപാധത്താവിതാവനിം. ഭഗവാൻ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തി. ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഉറപ്പിക്കുന്നത്? ജലത്തിൽ തന്നെ. തനിയെ നിൽക്കാനുള്ള ശക്തി ജലത്തിന് ഭൂമിക്ക് നൽകിയെന്നർത്ഥം. തൻ്റെ പാദസ്പർശം കൊണ്ട് ആ ഭൂമിക്ക് ആ ശക്തി നൽകി. തപ്പി ചെന്നപ്പോൾ കാലുകൊണ്ട് തൊട്ടിട്ടുണ്ട് ഭൂമിയെ, ഗന്ധം പിടിച്ചു. ആ തൻ്റെ സ്പർശം കൊണ്ട് ഭൂമിക്ക് ജലത്തിൽ താഴാതെ ഉറച്ചു നിൽക്കാനുള്ള ശക്തി കിട്ടി എന്നർത്ഥം. യേവമേതം സയുദ്ധം ഭഗവാനുർവീം വിശ്വക്സേന പ്രജാപതി രസായ ലീലയോന്നീതാം അപ്സുന്യസ്യൗഹൈഃ. ഇതിന് ശേഷം ഭഗവാൻ അവിടെ തന്നെ മറഞ്ഞു. പിന്നെ വരാഹമൂർത്തി ആരും കണ്ടിട്ടില്ല. ഭഗവാൻ എപ്പോഴും അങ്ങനെയാണല്ലോ. ഭഗവാനെ കാണുന്നതും ഭഗവാൻ മറയുന്നതും നമുക്കാർക്കും കാണാൻ സാധ്യമല്ലല്ലോ. ഇനി ഈ കഥയുടെ അവസാന ഭാഗം ഭഗവത് കഥാശ്രവണ മാഹാത്മ്യം പറയുന്നു. ഭഗവാന്റെ കഥാശ്രവണത്തിൻ്റെ മാഹാത്മ്യം അടുത്ത 2 ശ്ലോകങ്ങളിലൂടെ പറയുന്നു. മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് ഭഗവത് കഥകൾ കേൾക്കുക, അത് പാടുക, അത് ചിന്തിക്കുക, അത് മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക കഴിയുന്നത്ര രീതിയിൽ. അതാണ് പുരുഷാർത്ഥം ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നു. അങ്ങനെ ആ വരാഹപ്രാദുർഭാവ വർണ്ണനം അപ്പോൾ ആ 13-ാം അധ്യായം കഴിയുന്നു. ഇനി ഇത് കഴിഞ്ഞപ്പോഴാണ് വിതുരനൊരു സംശയം. മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്, ഈ ഭൂമിയെ ഉദ്ധരിക്കുന്നതിനായിട്ട് അവതരിച്ച വരാഹമൂർത്തിയാൽ ഹിരണ്യാക്ഷൻ ഹനിക്കപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അവർ തമ്മിൽ എന്താണ് ഈ യുദ്ധത്തിനൊരു കാരണം? എന്താണ് ഈ ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിൽ, വരാഹമൂർത്തിയും തമ്മിൽ ഒരു വിരോധം വരാൻ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ഹിരണ്യാക്ഷൻ ആരാണെന്ന് പറയണം. ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും അവർ ആരുടെ മക്കളാണ്? അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷ്ണു വിരോധം ഉണ്ടായി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ കഥ ചുരുക്കി പറയാം. അടുത്ത അധ്യായങ്ങളിലാണ് ആ കഥ പറഞ്ഞിരിക്കുന്നത്. അതിഥിയും ദിതിയും, ഒരാൾ ദേവമാതാവും ഒരാൾ അസുരമാതാവുമാണ്. അപ്പോൾ ദിതി ഒരു ദിവസം ഭർത്താവായ കശ്യപമുനിയുടെ അടുത്ത് ചെന്നു. ദിതിയുടെയും അതിഥിയുടെയും ഭർത്താവ് കശ്യപമുനി തന്നെയാണ് താൻ. ആ കശ്യപമുനിയുടെ അടുത്ത് ചെന്നിട്ട് സന്ധ്യാസമയമാണ്. അദ്ദേഹം നാമം ജപിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള പൂജാക്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്മഥപീഡിതയായ ദിതി ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഭർത്താവ് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും നോക്കാതെ ശ്രദ്ധിക്കാതെ തനിക്ക് ഒരു സന്താനത്തെ തരണം എന്ന് അഭ്യർത്ഥിച്ചു. കശ്യപ മഹർഷിക്ക് വല്ലാതെ ഒരു ഭാവമുണ്ടായി. ദേഷ്യമാണോ വെറുപ്പാണോ സ്നേഹമാണോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹവും ജ്ഞാനിയാണ്, എല്ലാം അറിയാവുന്ന ആളാണ്.
അസാധാരണമായ ഒന്നുണ്ടാകുമ്പോൾ അവരുടെ പിന്നിൽ എന്തെങ്കിലും ഭഗവാന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി, പ്രിയ ഇതിപ്പോൾ ശരിയല്ലല്ലോ, ഇപ്പോൾ ഈ സമയം ശരിയല്ലല്ലോ, ഓരോന്നിനും അതിൻ്റേതായ സമയത്താണല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇപ്പം പോവൂ, അതിനുള്ള സമയം നമുക്ക് കണ്ടുപിടിക്കാം, ഒരുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ കശ്യപ മഹർഷിയുടെ ശാസനയോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവോ അനുനയങ്ങളോ ഒന്നും ദിതിയിൽ ഫലിച്ചില്ല. അവസാനം ഈശ്വരേച്ഛയാണ് എന്ന് വിചാരിച്ച മുനി അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. മഹാത്മാർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഗുണദോഷങ്ങൾ ചിന്തിക്കാൻ നമ്മളാളല്ല. എന്തെങ്കിലും അതിന് തക്കതായിട്ടുള്ള ഈശ്വരേച്ഛ ഉണ്ടായിരിക്കുമെന്ന് അവർക്കും അറിയാം. കുറച്ച് കഴിഞ്ഞു, ദിതി അപ്പോഴത്തെ ആ വികാരാവേശത്തിൽ നിന്നും വെളിയിൽ വന്നു. ദിതിക്ക് മനസ്സിലായി താൻ ചെയ്തത് ശരിയല്ല. കാരണം ഇതിനു മുമ്പും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്താ കുറച്ചു കഴിഞ്ഞപ്പോൾ ദിതിക്ക് താൻ ചെയ്തത് നിഷിദ്ധമായ ഒരു കർമ്മമാണെന്ന് മനസ്സിലായി. താൻ ഒരിക്കലും ചെയ്യരുതാത്തതാണ് ചെയ്തതെന്ന് മനസ്സിലായി. പക്ഷേ ചെയ്തത് തിരിച്ചെടുക്കാനാവില്ലല്ലോ. പിന്നെ ചെയ്യാവുന്നത് ആ ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യുക, പ്രായശ്ചിത്ത രൂപത്തിൽ ഭഗവാനെ ഭജിക്കുക. ഏറ്റവും വലിയ പ്രായശ്ചിത്തം അതാണല്ലോ. അപ്പം ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് ഈശ്വരതുല്യനാണ്. ചെന്നു മുനിയുടെ അടുത്ത് ചെന്നു, ഞാൻ ചെയ്തത് ശരിയായില്ല പ്രഭോ, അങ്ങ് ബ്രഹ്മധ്യാനം ചെയ്ത് ഭഗവാനെ തന്നെ മനസ്സർപ്പിച്ച് പൂജിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു എന്ന് അറിയാമെങ്കിലും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് എൻ്റെ ഗർഭത്തിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ ഒരു കാരണവശാലും ബ്രാഹ്മണശാപം ഏൽക്കുന്നവരായി തീരല്ലേ. പത്നിക്ക് കുറ്റബോധം തോന്നിയതായിട്ട് കശ്യപ മഹർഷിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, പ്രിയ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ നിനക്ക് 2 പുത്രന്മാരുണ്ടാവും. ലോക കണ്ടകന്മാരായിട്ടുള്ള 2 പേര്, അമംഗളകാരികളായിട്ടുള്ള 2 പേരുണ്ടാവും. അവർ ഈ 3 ലോകത്തിനും എന്നും ഉപദ്രവം ചെയ്യുന്നവരായിരിക്കും. അതുകൂടി കേട്ടപ്പോഴേക്കും ദിതിക്ക് വല്ലാതെ വിഷമമായി. ഒരു തെറ്റ് ചെയ്തു പോയി, അതിൻ്റെ ഫലം ഇനി അതിനേക്കാൾ വലിയ ഒരു അപകടമായിട്ട് വരാൻ പോവുകയാണ്. പശ്ചാത്താപവിവശയായ ദിതിയോട് കശ്യപ മഹർഷി പറഞ്ഞു, ശരി, അവർ ഒരിക്കലും ബ്രാഹ്മണ ശാപം ഏൽക്കുന്നവരാവില്ല. അതാണല്ലോ ഏറ്റവും വലിയ ദൗർഭാഗ്യം. ഭഗവാൻ അവതരിച്ച് ദേവേന്ദ്രൻ പണ്ട് വജ്രായുധം കൊണ്ട് പർവ്വതത്തിൻ്റെ ചിറകുകൾ എരിഞ്ഞു വീഴ്ത്തിയതുപോലെ നിന്റെ 2 പുത്രന്മാരെയും വഹിക്കും, ഭഗവാൻ തന്നെ വഹിക്കും. അപ്പോൾ ഭഗവാന്റെ കൈകൾ കൊണ്ടായിരിക്കും നിന്റെ മക്കളുടെ മരണം. എന്നിട്ടും ആ ദുഃഖം തീരുന്നില്ല. അപ്പോൾ വീണ്ടും മഹർഷി പറഞ്ഞു, ഒരനുഗ്രഹമായിട്ട് പറഞ്ഞു, ശരി, നിന്റെ പൗത്രൻ സർവസമ്പൂജിതനായ ഈശ്വരഭക്തനായിട്ട് തീരും.
ലോകത്തിലെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു അസുരകുല ശ്രേഷ്ഠനായ ഭക്തനായിട്ട് തീരും. അല്പം ആശ്വാസമായി ദീക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ കുട്ടി ആരാണെന്ന് നമുക്കറിയാം. എല്ലാവരുടെയും നാവിൻ തുമ്പിൽ എപ്പോഴും വരുന്ന ആ പ്രഹ്ലാദ ബാലൻ തന്നെ. ഇനി അങ്ങനെ ആ ഹിരണ്യാക്ഷൻ്റെ കഥയിലേക്കാണല്ലോ വരേണ്ടത്. ദീദിയുടെ പുത്രന്മാരായി ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ജനിച്ചു. അങ്ങനെ ആ കഥയുടെ പാരലായിട്ട് ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാരായ സനകാദി മഹർഷിമാർ അവരെന്നും നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, എന്നും ബാലന്മാരാണ് അവർ. അവരെ കാമം ബാധിച്ചിട്ടില്ല. കാമം മാത്രമല്ല, കാമക്രോധ ലോപമോഹങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല. അതിനെല്ലാം അപ്പുറത്താണ് അവർ. ആ സനകാദി മഹർഷിമാർ ഒരു ദിവസം ആകാശചാരികളായിട്ട് സഞ്ചരിച്ച് ഭഗവാനെ കാണുന്നതിനായിട്ട് വൈകുണ്ഠത്തിലെത്തി. ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് കയറുന്നതിനുള്ള പല മതിൽ ചുറ്റികളുണ്ട്, പ്രാകാരങ്ങളുണ്ട്. അവർ സാധാരണ പോലെ തന്നെ ഓരോന്ന് കടന്ന് ഓരോ പടിയും കടന്ന് അകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇതാ 7ാമത്തെ മതിൽ ചുറ്റിക്ക് ചെല്ലുമ്പോൾ വളരെ സുന്ദരന്മാരായ 2 പേരാണ് അവിടെ കാവൽക്കാരായിട്ട് നിൽക്കുന്നത്. കണ്ടാൽ സാധാരണ കാവൽക്കാരാണെന്ന് തോന്നുകയില്ല. അങ്ങനെയുള്ള 2 പേര് ദേവതുല്യരായിട്ട് തോന്നി. അവരാണ് ജയവിജയന്മാർ. അവരെ നമ്മൾ ജയവിജയന്മാർ എന്ന് വിളിക്കുന്നു. അപ്പോൾ യാതൊരു സംശയവുമില്ലാതെ പരിചയമുള്ള ആൾക്കാർ പതിവായിട്ട് കയറി ചെല്ലുന്നത് പോലെ ഈ സനകാദി മഹർഷിമാർ 4 പേര് 4 കുട്ടികൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സനകാദി മഹർഷിമാരാരാണെന്ന് അവർക്കറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഒരു സംശയമില്ലാതെ കയറി ചെന്നപ്പോഴേക്കും ആ ദേവജയന്മാർ സനകാദികളെ തടഞ്ഞു. ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ഭഗവാന്റെ നിശ്ചയമെന്ന് തന്നെ പറയട്ടെ, ഒരിക്കലും കാമക്രോധാദികൾ ഉണ്ടായിട്ടില്ലാത്ത ആ സനകാദികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ദ്വാരപാലന്മാരെ ശപിക്കുകയും ചെയ്തു. എന്തു പറഞ്ഞു? ഭഗവാനെ ദർശിച്ച് നമസ്കരിക്കാനായിട്ട് വന്നവരിൽ നിങ്ങൾ ഭേദഭാവന കാണുന്നു. ഭഗവാനെ കാണാൻ വരുന്നവരെല്ലാവരും ഒരുപോലെ വേണം, അവരെ എല്ലാവരും ഒരുപോലെ വേണം കാണാൻ. കൂടുതലൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ കുട്ടികളാണെന്ന് വിചാരിച്ചായിരിക്കാം, എന്നൊക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ഭേദഭാവനയോടുകൂടി കാണാൻ നിങ്ങൾ പാപമലിനമായ ലോകത്തിൽ ജനിക്കട്ടെ, അതായത് അസുരവംശത്തിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. ആ ബ്രാഹ്മണ ശാപം കേട്ടപ്പോഴേക്കും ദേവജയന്മാർ ഭഗവാന്റെ ദ്വാരപാലകന്മാരാണ്, ഭഗവത് ഭക്തന്മാരാണ്, അറിവുള്ളവരാണ്, പെരുമാറാൻ നല്ല കഴിവുള്ളവരാണ്. പക്ഷെ അവർക്കും അന്നേരം തെറ്റുപറ്റിപ്പോയി. അവർ പശ്ചാത്താപവിവശരായി അവർ ജയവിജയന്മാർ. ഇനിയുള്ള കഥകളൊക്കെ വളരെ വിസ്തരിച്ച ഭാഗവത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ തന്നെ ഒരു പ്രഭാഷണ രൂപത്തിൽ പറയാൻ മാത്രം കാര്യങ്ങളുണ്ട്. അത്ര ഭംഗിയായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഭഗവാൻ ഇതെല്ലാം അറിഞ്ഞു. തൻ്റെ ഭക്തന്മാരായ സനകാദികൾ വരുന്നു എന്നുള്ളതും അവരെ തൻ്റെ ദ്വാരപാലകന്മാരായ ദേവവിജയന്മാർ തടഞ്ഞു വന്നതും ജയവിജയന്മാരെ സനകാദികൾ ശപിച്ചു വന്നതും എല്ലാം അറിഞ്ഞു. ഭഗവാന് 2 കൂട്ടരെ പോലെയാണ്. സനകാദി മഹർഷിമാർ ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാർ, ജ്ഞാനികൾ, എല്ലാ ഗുണങ്ങളും തികഞ്ഞവർ. ജയവിജയന്മാരോ തൻ്റെ ഇച്ഛ അനുസരിച്ച് എപ്പോഴും പ്രവർത്തിക്കുന്ന തൻ്റെ ദ്വാരപാലകന്മാർ. എത്രയോ ഭക്തജനങ്ങളെ ദിവസവും കാണുന്നവർ, തന്നെ നമസ്കരിക്കാൻ വരുന്നവരെ എല്ലാവരെയും കടത്തിവിടുന്ന ഒരു കൂട്ടത്തിൽ ദേവജയന്മാരുണ്ടാവുമെന്നും. ഈ 2 പേർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ ഭഗവാന് ആ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു തിടുക്കം ഭഗവാനുണ്ടായി. ഭഗവാൻ എന്ത് ചെയ്തു? ഉടൻ തന്നെ ലക്ഷ്മീദേവിയെയും കൂട്ടി പൂർണ്ണമായ അനുഗ്രഹഭാവത്തോടെ
ആ സ്ഥലത്തേക്ക് എത്തി. യാതൊരു ഭേദഭാവനയും ഇല്ലാതെ ഭക്തന്മാരെ എല്ലാം അനുഗ്രഹിക്കാൻ സന്നദ്ധമായ മനസ്സോടുകൂടി പ്രസന്നവദനായി ഐശ്വര്യസമ്പൂർണനായി ലക്ഷ്മീദേവിയോടൊപ്പം വരുന്ന ആ ഭഗവാന്റെ അതിമനോഹരമായ രൂപം, ഭാവം, ചേഷ്ടകൾ ഇതെല്ലാം ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാനെ കണ്ട് സർവവും മറന്ന ആ മുനിമാർ, സനകാദി മഹർഷിമാർ ഭഗവാനെ സ്തുതിച്ചു. അവരെന്ത് പറഞ്ഞു? തങ്ങളുടെ ചെയ്ത തെറ്റ് പൊറുക്കണമേ ഭഗവാനെ. ആ കാവൽക്കാരായ ആ കുട്ടികളെ, ആ ചെറുപ്പക്കാരെ ക്ഷമിച്ചത് ശരിയായില്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു, ഭഗവാൻ ആരാണ്? ബ്രാഹ്മണ ഭക്തനാണ്, ബ്രഹ്മണ്യദേവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ആ സനകാദി മഹർഷിമാരോട് പറഞ്ഞു, അറിവ് കുറഞ്ഞ എൻ്റെ ഭൃത്യന്മാർ അവരുടെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് തെറ്റ് കാണും. എങ്കിലും അങ്ങ് ചെയ്ത ആ ശാപം യുക്തമാണ്. കാരണം ശിക്ഷ ഏൽക്കേണ്ടിടത്ത് ശിക്ഷ ഏൽക്കണം. അതുകൊണ്ട് ആ ശാപം ഒരിക്കലും തെറ്റായ വഴിയിലല്ല, വേണ്ടത് തന്നെയാണ്. അപ്പോഴേക്കും ഇതാ ദേവീജയന്മാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുമ്പിലേക്ക് വരുന്നു. അവരിതുവരെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. ഭഗവാന്റെ മുഖമൊന്ന് വാടി ഒരു ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല അവരിതുവരെ. അവർ വന്ന് ഭഗവാനോട് പറഞ്ഞു, ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത തെറ്റുകളാണ് ഞങ്ങൾ ചെയ്തത് ഭഗവാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളെനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, താല്പര്യമില്ല താനും. എങ്കിലും ബ്രാഹ്മണ ശാപം വന്നാലത് സഹിച്ചല്ലേ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ കഴിയുന്നതും വേഗം ആ ശിക്ഷ അനുഭവിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക. എങ്ങനെയാ കഴിയുന്നതും വേഗം ശിക്ഷ അനുഭവിക്കുക? എന്നിൽ ഭക്തി കൂട്ടി വളർത്തുക. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഭക്തി ഉണ്ടാവാനും ഏറ്റവും ഭക്തി വളരാനുമുള്ള മാർഗങ്ങൾ ഈ കംസന് പറ്റിയതുപോലെയും കംസന് സാധിച്ചതുപോലെയും അതുപോലെ ശിശുപാലനെ സാധിച്ചതുപോലെയൊക്കെയാണ്. ആ സാത്വികമായ ഭക്തി ക്രമേണ ഉണ്ടായി ക്രമേണ വളർന്ന് അത് പുഷ്ടി പ്രാപിക്കും. പക്ഷേ ഈ ദ്വേഷഭക്തിയും ഭയഭക്തിയും ഉണ്ട്. ഭയഭക്തി കംസന് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ ദ്വേഷഭക്തിക്ക് വളരെ ശക്തി കൂടും. അപ്പോൾ ഭക്തിയുടെ തീവ്രതയും കൂടും. അങ്ങനെ ആ ഭക്തി വർദ്ധിപ്പിച്ച് നിങ്ങൾ ആ ശാപത്തിൽ നിന്ന് മുക്തരായിട്ട് എൻ്റെ അടുത്തേക്ക് വേഗം വരൂ എന്ന് പറയുന്നു. അവർ ജനിച്ചു, വീണ്ടും ദിതിയുടെ പുത്രന്മാരായിട്ടാണ് ജനിച്ചത്. അപ്പം നമ്മൾ ഹിരണ്യാക്ഷനെ ഹിരണ്യകശിപുവിൻ്റെയും കാര്യം പറഞ്ഞല്ലോ. ഈ ജയവിജയന്മാരാണ് ദിതിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചത്, ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അവരുടെ ജനന സമയത്ത് തന്നെ ദുർലക്ഷണങ്ങൾ കൊണ്ട് ലോകം നിറഞ്ഞു. എന്തോ ലോകത്തിന് അപകടം വരുന്നുണ്ടല്ലോ എന്ന് എല്ലാവരും പറഞ്ഞു. കാരണം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തത് പ്രകൃതിക്ഷോഭങ്ങൾ, അപകടങ്ങൾ എല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ ദേവന്മാരൊക്കെ ചിന്തിച്ചു, മഹർഷിമാർ ചിന്തിച്ചു, ബ്രഹ്മദേവൻ എല്ലാവരും ചിന്തിച്ച് കണ്ടുപിടിച്ചു, ഇതാ ഇങ്ങനെ 2 കുട്ടികൾ ജനിച്ചിരിക്കുന്നു, അവർ ലോകത്തിലെ നാശകാരികളാണ്, അവരാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അപ്പോൾ അങ്ങനെ ഹിരണ്യകശിപു 3 ലോകങ്ങളെയും കീഴടക്കി. ആ കഥകളൊക്കെ നമ്മൾ പ്രഹ്ലാദൻ്റെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഹിരണ്യകശിപു 3 ലോകങ്ങളെയും കീഴടക്കി 3 ലോകത്തിൻ്റെ അധിപനായി മാറുന്നു. ഹിരണ്യാക്ഷനോ ദിഗ്വിജയത്തിനായിട്ട് പോവുകയാണ്. 2 പേരുടെയും ഉള്ളിൽ സ്വതസിദ്ധമായിട്ടൊരു വിചാരമുണ്ട്. അത് ഭഗവാന്റെ തോന്നൽ കൊണ്ടുണ്ടായതാണ്. വിഷ്ണുദ്വേഷം.
വിഷ്ണുവിനോട് ദ്വേഷഭക്തി കൊണ്ട് നിങ്ങൾ വേഗം വരാനാണല്ലോ പറഞ്ഞത് ഭഗവാൻ. അപ്പോൾ വിഷ്ണു ദ്വേഷം രണ്ടുപേരുടെയും മനസ്സിൽ ജന്മനാ ഉണ്ട്. അങ്ങനെ ഹിരണ്യാക്ഷൻ ദിഗ്വിജയത്തിനായിട്ട് പോവുകയാണ്. എല്ലാവരെയും തോൽപ്പിച്ച് പോകുന്നു. അപ്പം അങ്ങനെ ഈ മഹാവിഷ്ണുവിനെ തോൽപ്പിക്കാൻ എന്താ വഴി എന്നിങ്ങനെ ആലോചിച്ച് എവിടെ നോക്കിയിട്ടും കണ്ടില്ല. നാരദ മഹർഷി ഇങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കാനും എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കാനും വഴി കാണിക്കാനുമായിട്ട് ലോകം ചുറ്റി സഞ്ചരിക്കുന്നുണ്ടല്ലോ. നാരദ മഹർഷിയെ കണ്ടപ്പോൾ ഹിരണ്യാക്ഷൻ ചോദിച്ചു, ഈ വിഷ്ണുവിനെ കാണാൻ എന്താ ഒരു വഴി? എങ്ങനെ ഇരിക്കും വിഷ്ണു? അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഈ വിഷ്ണുവിനെ നമുക്ക് വിശ്വസിക്കാനൊന്നും സാധിക്കില്ല. പല രൂപത്തിൽ വരും. ചിലപ്പോൾ മനുഷ്യനായിട്ടായിരിക്കും, ചിലപ്പോൾ മൃഗമായിട്ടായിരിക്കും. അപ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും വിഷ്ണുവിനെ നമുക്ക് കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലായിടത്തും പൊക്കോളൂ എന്ന് പറയും. അങ്ങനെ അന്വേഷിച്ച് ചിലപ്പോൾ നിനക്ക് കണ്ടെന്ന് വരാം, ചിലപ്പോൾ നീ വിഷ്ണുവിനെ കണ്ടില്ലെന്നും വരാം. അങ്ങനെ നാരദ മഹർഷിയുടെ വാക്ക് കേട്ട് അന്വേഷിച്ച് പോയ വഴിക്കാണ് വരാഹമൂർത്തി തൻ്റെ തേറ്റമേൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള ആ രംഗം കണ്ടത്. പിന്നെ അവിടെ വരാഹമൂർത്തിയുമായിട്ടുള്ള വളരെ വലിയ ഒരു യുദ്ധരംഗമെല്ലാം ഉണ്ട്. വളരെ വിസ്തരിച്ചുള്ള വർണ്ണനകളാണതെല്ലാം. ഭഗവാനോടുള്ള ആ ശത്രുത കൊണ്ട് ഭഗവത് പത്നിയായ ഭൂമിദേവിയെ ജലത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു ഹിരണ്യാക്ഷൻ. ആ ഭൂമിദേവിയെയാണ് ഭഗവാൻ ഉയർത്തിക്കൊണ്ട് വന്നത്. ആ യുദ്ധത്തിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ വളരെ വിസ്തരിച്ചാണ്. എത്ര ആയുധങ്ങൾ, അതുപോലെ മുഷ്ടിപ്രഹരങ്ങൾ, തൃശൂലങ്ങൾ, ഗദകൾ, എത്രയോ തരം ഗദകൾ, ആയുധങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് അസുരന്മാർക്ക് സ്വസിദ്ധമായിട്ടുള്ള കഴിവാണ് ഈ മായാപ്രയോഗങ്ങൾ. യുദ്ധത്തിൽ ആ മായാപ്രയോഗങ്ങളെല്ലാം നടത്തി. അങ്ങനെ വളരെ സമയം കഴിഞ്ഞ് ബ്രഹ്മദേവൻ പോലും വിചാരിച്ചു, എന്താ ഭഗവാൻ ഈ ഹിരണ്യാക്ഷനെ വധിക്കാത്തത്? ഒരു ഉത്കണ്ഠ തോന്നി ബ്രഹ്മദേവന്. ഏതായാലും ഭഗവാൻ തൻ്റെ ആ മുഷ്ടി കൊണ്ട് ഹിരണ്യാക്ഷൻ്റെ കർണമൂലത്തിൽ ഒരു ശക്തമായ ഇടിയിടിച്ചു. അതോടുകൂടി അവൻ താഴെ വീണു. കൊടുങ്കാറ്റിൽ വേരോടെ പിഴുതു വീണ മരം എന്ന പോലെ എന്നാണ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത്ര ശക്തമായ രീതിയിലാണ് ഹിരണ്യാക്ഷൻ വീണത്. അങ്ങനെ വരാഹമൂർത്തി ജലത്തിലാണ്ടുപോയ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഉറപ്പിച്ചു നിർത്തി ലോകത്തെ രക്ഷിച്ചു. ആ കഥ വരാഹാവതാരത്തിൻ്റെ 2 കാര്യങ്ങളാണത്. ഒന്ന് ഭൂമിയെ ഉദ്ധരിക്കുക, മറ്റൊന്ന് ഹിരണ്യാക്ഷൻ എന്ന അസുരനെ വധിക്കുക. ഇത് രണ്ടും നിർവഹിച്ചു. ഇനി ഇതിന് ശേഷമുള്ള കഥകൾ വേറെ വിഭാഗങ്ങളിൽപ്പെട്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കഥകളല്ല ഇനിയുള്ളത്. ഏതായാലും നമുക്ക് ഈ വരാഹാവതാരം വളരെ ചുരുക്കിയെങ്കിലും എൻ്റെ വളരെ പരിമിതമായ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് പറയാൻ സാധിച്ചൊന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ. തീരെ അറിവ് കുറഞ്ഞ ഒരാളാണ് ഞാൻ. സംസ്കൃത ഭാഷയിലും തീരെ അറിവ് കുറവ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും. പിന്നെ പ്രഭാഷണ ചാതുര്യം എന്നുള്ളതും വളരെ കുറവ്. എങ്കിലും ഭഗവാന്റെ ദേവിയുടെ തിരുമുമ്പിൽ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ദേവിയുടെ തിരുമുമ്പിൽ ഈ 2 വാക്കുകൾ പറയാൻ അനുവാദം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. പിന്നെ എന്നെ ഇതിനു വേണ്ടി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അനുഗ്രഹിച്ച അനേകം വ്യക്തികളുണ്ട്. മൺമറഞ്ഞു പോയ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭർത്താവ്, അതുപോലെ ഗുരുജനങ്ങൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഗുരുനാഥകൾ, എൻ്റെ സുഹൃത്തുക്കൾ, എന്നോടൊപ്പം ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്ന പലരുമുണ്ട്. എല്ലാവരോടും എൻ്റെ അഗൈതവമായ സ്നേഹം രേഖപ്പെടുത്തുന്നു. ഞാനൊരു ചെറിയ 2 വരികൾ ചൊല്ലിയിട്ട് നിർത്താം.
അനന്തമാമഗാധമാം ജലത്തിൽ നിന്നു ഭൂമിയെ തിരഞ്ഞു കണ്ടുയർത്തി നിന്ന ശ്രീവരാഹമൂർത്തിയെ നമിപ്പവർക്ക് കർമ്മശക്തി ജ്ഞാനശക്തി ഭക്തിയും അനുഗ്രഹിച്ചു നൽകണേ മരുൾപുരേശവാഹിമാം. അനുഗ്രഹിച്ചു നൽകണേ മരുൾപുരേശവാഹിമാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നാളെ ശ്രീരാമനവമിയാണല്ലോ. ശ്രീരാമസ്വാമിയെ നമുക്ക് നോക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഗുരുവായൂരപ്പ ശരണം. ശ്രീ മഹാദേവ്യൈ നമഃ.